കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, നമുക്കൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ആയതൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് മോട്ടിവേഷൻ ആവശ്യമാണ്. എന്നാൽ നമുക്ക് പലപ്പോഴും മോട്ടിവേഷൻ ഉള്ള സമയത്ത് നമുക്ക് ഇഷ്ടത്തിന് എഫേർട്ട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. എനർജി പ്രഷ്യസ് ആണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. നമ്മുടെ ബ്രെയിനിന് ഇതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരവസരം കിട്ടുമ്പോഴെല്ലാം അത് ഈ എനർജിയെ കൺസർവ് ചെയ്യാൻ ശ്രമിക്കുകയും അതിലൂടെ നമ്മളെക്കൊണ്ട് എഫേർട്ട് കുറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അതുമല്ലെങ്കിൽ നമ്മളെ എളുപ്പപ്പണിയിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. ക്രമേണ എന്ത് പറ്റും? നമ്മളെല്ലാവരും മടിയന്മാരായി മാറുന്നു. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് എനർജി ആവശ്യമാണെന്ന് അറിയാമല്ലോ. എനർജിയുടെ ആവശ്യകത കൂടുന്തോറും ആ ഒരു കാര്യം ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് 2 ടാസ്ക് തരാം. ഒന്നാമത്തത് എല്ലാ ദിവസവും 1 കിലോമീറ്റർ വീതം നടക്കണം. രണ്ടാമത്തത് നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു 50 തവണ നടക്കണം. നിങ്ങളിതിൽ ഏതായിരിക്കും ചൂസ് ചെയ്യുക? മിക്കവാറും രണ്ടാമത്തെ ചൂസ് ചെയ്യാനാണ് സാധ്യത. കാരണം പെട്ടെന്ന് 1 കിലോമീറ്ററൊക്കെ നടക്കാമെന്ന് കേൾക്കുമ്പോൾ നമുക്കതെന്ത് വലിയ സംഭവമായിട്ട് തോന്നുകയും ഒരു മടി വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അതേസമയം ഒരു 50 മീറ്റർ 20 റൗണ്ട് വെച്ച് നടക്കാമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല. നമുക്കിവിടെ എഫേർട്ട് കുറവായിട്ട് അനുഭവപ്പെടും. നമുക്ക് കൂടുതലും എഫേർട്ട് കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനാണ് പൊതുവെ താല്പര്യം കാണിക്കാറ്. ഇപ്പോൾ നമ്മൾ ഫോണിൽ റീൽസ് കാണില്ലേ, അല്ലെങ്കിൽ ഷോർട്സ് സ്ക്രോൾ ചെയ്യുക, യൂട്യൂബിൽ വെറുതെ സമയം കളയുക, ഇതൊക്കെ നമുക്ക് എപ്പോഴും ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ. കാരണം ഈ ഹാബിറ്റ്സിന് അധികം എഫേർട്ട് ആവശ്യമില്ല. സോ നമ്മളതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളെ കൊണ്ട് ഇങ്ങനെ എഫേർട്ട് ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണോ ചെയ്യാൻ സാധിക്കുക? അല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യരില്ലേ. അതിൽ എവറസ്റ്റ് കീഴടക്കിയവർ നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? ബഹിരാകാശത്ത് പോയിട്ട് തിരിച്ചു വന്നവർ അറിയാൻ പാടില്ലേ? ഇങ്ങനെ പല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണിക്കുന്നവരില്ലേ, അവർ മനുഷ്യരല്ലേ. സോ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ സാധിക്കും. ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഔട്ട്കം, അതാണ് നമ്മളെ ഏത് ഹാബിറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളതിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫിസിക്ക് സ്വന്തമാക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചുമ്മാ ഫോണിൽ സമയം കളയില്ലല്ലോ, അല്ല ജിമ്മിൽ പോയല്ലേ സമയം കളയുള്ളൂ, അത്രേ ഉള്ളൂ. ഇനി കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാമെന്നൂടെ ഞാൻ പറഞ്ഞാലോ? എന്നാൽ പിന്നെ ഒരു കൈ നോക്കാമല്ലേ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പം നിങ്ങളൊരു ഗാർഡൻ ഒരു ഓസ് ഉപയോഗിച്ച് നനയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നനയ്ക്കുന്നതിൻ്റെ ഇടയിലാണ് നിങ്ങൾ ആ ഒരു ഓസിൽ ഒരു ബെൻഡുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ആ ഓസിൻ്റെ ടിപ്പിൽ കൈ വെച്ച് കുറച്ചുകൂടെ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ നമ്മൾ ആ ഒരു വാട്ടറിനുള്ളൊരു ഫ്രിക്ഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആ ഓസിൻ്റെ ബെൻഡ് അങ്ങ് നിവർത്താം. ഇവിടെ നമ്മൾ ആ വാട്ടറിനുണ്ടാകുന്ന ഫ്രിക്ഷൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോ കുറച്ചുകൂടെ സ്മൂത്തായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പുതിയ ഹാബിറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഓസിൻ്റെ കേസ് പോലെ തന്നെയാണ്. അതായത് നമുക്ക് ഒന്നുകിൽ ആ ഒരു ഹാബിറ്റ് കഷ്ടപ്പെട്ട് ഉള്ള ഫ്രിക്ഷനെ കൂട്ടി ഫോളോ ചെയ്യാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബെൻഡ് നിവർത്തിയ ലാഘവത്തോടുകൂടി അവിടുത്തെ ഫ്രിക്ഷൻ കുറച്ചുകൊണ്ട് നമുക്കത് സ്മൂത്തായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. മനസ്സിലായി കാണില്ലാന്ന് എനിക്കറിയാം, ക്ലിയർ ആക്കി തരാം. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിനെ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഫേസ് ചെയ്യാൻ പോകുന്ന പല ഫ്രിക്ഷനും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫിസിക്കിൻ്റെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നല്ലൊരു ഫിസിക്ക് സ്വന്തമാക്കാനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നൊരു മെത്തേഡ് ജിമ്മായിരിക്കും. അപ്പോൾ ആ ജിമ്മ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാര്യം ഇപ്പോൾ നമ്മൾ ജിമ്മ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്നുകിൽ നമ്മൾ ഡെയിലി വർക്കിന് പോകുന്ന ഒരു റൂട്ടിലുള്ള ജിമ്മ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ നേരെ ഓപ്പോസിറ്റുള്ളൊരു ഡയറക്ഷനിൽ ജിമ്മും സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡെയിലി ആക്സസ് ചെയ്യുന്ന ഒരു റൂട്ടിലെ ജിമ്മാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഫോളോ ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ആ ഒരു ഹാബിറ്റ് സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഓരോ ഹാബിറ്റ്സിലും ഉണ്ടാകുന്ന ഫ്രിക്ഷൻ കുറച്ചുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹാബിറ്റ് ഫോർമേഷൻ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറണ്ട് ലൈഫിലെ ഹാബിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോൾ ഫുഡ് ഡെലിവറിയുടെ കാര്യം നോക്കൂ. നമുക്ക് എന്തെങ്കിലും എഫേർട്ട് ഉണ്ടോ? നമ്മുടെ വാദപ്പടിക്ക് അവർ കൊണ്ടുവന്ന് തരില്ലേ, കാര്യങ്ങൾ ഈസി. ഇനി അതേപോലെ മറ്റ് മൊബൈൽ ആപ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വെബ് സീരീസുകളുടെ കാലമാണല്ലേ. അപ്പോൾ നമ്മളൊരു എപ്പിസോഡ് കണ്ടു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അടുത്ത് ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ തന്നെ സജസ്റ്റ് ചെയ്യും വാച്ച് ചെയ്യൂ എന്നുള്ള രീതിയിൽ. സോ നമുക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള ഫ്രിക്ഷനും അവർ ഒഴിവാക്കി തരികയാണ് ചെയ്യുന്നത്. ആസ് എ റിസൾട്ട് നമ്മളവിടെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്ത് ആ ഒരു മീഡിയയുടെ മുമ്പിൽ എത്ര സമയം വേണമെങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ റീൽസ് ആയാലും ഷോർട്സ് ആയാലും എല്ലാം സംഭവിക്കുന്നത്. നമ്മളെ ഒരു മാക്സിമം എൻഗേജ് ചെയ്തുകൊണ്ട് നമ്മൾ അതിന് മുമ്പിൽ പിടിച്ചിരുത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഫേർട്ട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് മടി വരാനുള്ള സാധ്യതയും കൂടും എന്നുള്ള കാര്യം ക്ലിയർ ആയി കാണുമല്ലോ. അപ്പോൾ ഈ മടിയെ നമുക്ക് ഓവർകം ചെയ്യണ്ടേ? അതിനായിട്ട് സിമ്പിളായിട്ടുള്ള എന്നാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു എൻവയോൺമെൻറ്റ് ഒരു യൂസേജിന് ശേഷം
അതിൻ്റെ അടുത്ത യൂസേജിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന് നമ്മൾ ടി വി കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിമോട്ട് കറക്റ്റായിട്ടൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബെഡെല്ലാം ഒന്ന് നീറ്റാക്കി ഇടുക. ഇനി കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡ്രസ്സെല്ലാം വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഒരുപാട് എഫേർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. പകരം നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്നത് മാത്രം. തൽപരമായിട്ട് നമുക്ക് നാളത്തെ യൂസേജ് കുറച്ചുകൂടി ഈസി ആയി കിട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാം. പറ്റുമെങ്കിൽ ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. സമയമുണ്ടെങ്കിൽ അതിൻ്റെ വെജിറ്റബിൾസ് കൂടെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ജസ്റ്റ് ആ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇല്ല, ഇതെല്ലാം രാവിലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നുകയും നമ്മുടെ മടി അവിടെ കയറി വരികയും ചെയ്യുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻ മാത്രമല്ല, മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള റെസിസ്റ്റൻസ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഗുഡ് ഹാബിറ്റ്സിനെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ സാധിക്കും. ഇനി ഗുഡ് ഹാബിറ്റ്സ് മാത്രമല്ല, ബാഡ് ഹാബിറ്റ്സിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യാം. ഇപ്പോൾ ഗുഡ് ഹാബിറ്റ്സിന് നമ്മൾ റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ബാഡ് ഹാബിറ്റ്സ് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ റെസിസ്റ്റൻസിനെ മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഫോൺ യൂസേജ് കുറയ്ക്കാനാണ് താല്പര്യം എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഫോൺ കുറച്ച് സമയത്തേക്ക് മറ്റാരെങ്കിലും ഏൽപ്പിക്കാം. അതുമല്ലെങ്കിൽ ഫോണിലുള്ള ഫോക്കസ് മോഡ്, അങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം മാക്സിമം കട്ട് ചെയ്ത് അതിനെ എഫക്റ്റീവായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. മറ്റുള്ളവരുമായിട്ട് ഇടപഴകാം, കൂടുതൽ സമയം എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ഫ്രിക്ഷൻ മാക്സിമം കൂട്ടുക ചെയ്യുന്നത്. സോ നമുക്ക് ഫോൺ ആക്സസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. സോ ഈ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഗുഡ് ഹാബിറ്റ്സിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, ബാഡ് ഹാബിറ്റ്സിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മടിയെ ഓവർകം ചെയ്യാൻ സാധിക്കും. So that's all for today. See you in the next video. Until then, bye.